എല്ലാം വെട്ടി നമ്മൾ ഈ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി കയ്യിലെ അരക്കൊക്കെ കളഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഒരുക്കിയിട്ടേ അരിഞ്ഞെടുക്കാം. ഞങ്ങൾക്ക് 2 ഗസ്റ്റ് കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞേ. മുളകുപൊടി ഇട്ട് കൊടുക്കണം. ഞാൻ അരപ്പിൻ്റെ ഇനി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിക്കാം. ഇത്തിരി ഉപ്പ് നീരും കൂടെ ഒഴിച്ചു കൊടുക്കും. വാഴയിലൊക്കെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് അടപ്പും കൊണ്ടൊന്ന് അടച്ചു കൊടുക്കാവേ. കാക്കയ്ക്കുള്ള അരപ്പും കൂടെ തയ്യാറാക്കാവേ. തേങ്ങ, മഞ്ഞൾപ്പൊടി, കാന്താരി, ജീരകം, ചുള്ളി, കറിവേപ്പില, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇനി കല്ലേലൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരട്ടെ. ചക്കയ്ക്ക് ആവിയൊക്കെ ഇനി ഇതൊന്ന് നോക്കാം. വെള്ളം ഈ അരപ്പ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ചക്ക വേവിച്ചത് റെഡിയായി. ഒരു ഇത്തിരി ടേസ്റ്റ് ചെയ്യാൻ ഞാനിപ്പോൾ എടുക്കുവാണേ. ഇത്തിരി മാങ്ങാ ചമ്മന്തി. ഞാൻ തന്നെ ചക്ക വേവിച്ചു, ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യുക. ചക്ക വേവിച്ചതിനെക്കാട്ടി സൂപ്പർ മാങ്ങാ ചമ്മന്തിയാണ്. അപ്പം ഇത് രണ്ടും കൂടെ ആയപ്പോൾ നല്ല കോമ്പിനേഷൻ, അടിപൊളി.